അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു പാചകത്തിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി ഉണ്ടല്ലോ. അപ്പോൾ അത് ഞാൻ രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നു. പണ്ട് കാലത്തൊക്കെ നമ്മൾ കഴിച്ചിട്ടുള്ള ഒരു ഭക്ഷണത്തിൻ്റെ ആ ഒരു ടേസ്റ്റും രുചിയൊക്കെ അറിയിച്ചു കൊണ്ടുള്ള ഒരു ചെറിയൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആണ്. അപ്പം നമ്മൾ ഈ ചാനലിൽ വരുന്നതെല്ലാം പണ്ട് കാലത്തുള്ള പാചക രീതിയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. പുതിയതായിട്ട് കാണുന്ന എല്ലാവരും നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാനൊക്കെ ഒന്ന് ശ്രമിക്കുക. അതുമാത്രമല്ല എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെയൊക്കെ ഒന്ന് കാണണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് യൂട്യൂബിൽ നിന്നുള്ള വരുമാനങ്ങളൊക്കെ കിട്ടുകയുള്ളൂ. പിന്നെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബ് വരുമാനം വന്നിട്ടുണ്ടോയെന്ന്. ഇതുവരെ നമുക്ക് വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു വരുമാനം പ്രതീക്ഷിച്ചാണ് നമ്മൾ ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ് താമസിക്കുന്നത് അങ്ങനെ ഒന്നും നമുക്ക് അറിയാനായിട്ട് പറ്റുന്നില്ല. പിന്നെ ഒരാളുടെ അടുത്ത് നമ്മൾ തിരക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അറിഞ്ഞ് വെച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഇന്നറിയാൻ പറ്റുമായിരിക്കും. പിന്നെ നമ്മൾ രസത്തിന് വേണ്ടിയിട്ട് കറുത്ത പുളി എടുത്തിട്ടുണ്ട്. രസം വയ്ക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും കറുത്ത പുളിയാണ് നല്ലത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അതെടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ പുളി എടുത്തിട്ടുണ്ട്, വറ്റൽമുളക്, ചെറിയ ഉള്ളി, കറിവേപ്പില, പിന്നെ എടുത്തിരിക്കുന്നത് കട്ടക്കായാണ് കേട്ടോ. പൊടിക്കായത്തിനെക്കാട്ടി നല്ലത് കട്ടക്കായമാണ് നല്ലത്. പിന്നെ വെളുത്തുള്ളി, ചെറിയൊരു തക്കാളി. അപ്പോൾ ഇത്രയാണ് എടുത്തിരിക്കുന്നത്. പൊടി ഐറ്റങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ഇപ്പോൾ മല്ലിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, പിന്നെ കടുക് എടുത്ത് വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ, ഉപ്പ് നീര്, കുരുമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, മുളക് പൊടി. അപ്പോൾ ഇത്രയും എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റങ്ങളാണ് നമുക്ക് രസത്തിന് വേണ്ടിയിട്ട് എടുക്കാനായിട്ടുള്ളത്. ഇനിയിപ്പോൾ വെള്ളത്തിനകത്തോട്ട് ഞാൻ ഈ പുളി എടുത്തിടുന്നുണ്ട്. അത് കുറച്ച് നേരം ഒന്ന് കുതിർന്ന് കിട്ടുമ്പോഴത്തേക്ക് അതിനെ ഒന്നെല്ലാം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് ബാക്കിയെല്ലാം ചേരുവയെല്ലാം കട്ട് ചെയ്ത് വെക്കാനുള്ളതുണ്ടല്ലോ, തക്കാളിക്ക്, അപ്പോൾ ചെറിയ ഉള്ളി, അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് കുരുമുളക് ഒന്ന് പൊടിച്ചെടുക്കാനായിട്ടുണ്ട് കേട്ടോ. കുരുമുളക് പൊടിച്ചെടുക്കണം. വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാനായിട്ടുണ്ട്. കുരുമുളക് ഇല്ലാത്തവർ പച്ച കുരുമുളക് മേടിച്ചിട്ട് ഉണക്കി വെക്കുകയാണെങ്കിൽ നാടൻ രീതിയിലുള്ള കുക്കിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് പുറത്തുനിന്ന് വാങ്ങാതെ പൊടി ഐറ്റങ്ങളൊക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കഴിവതും ചന്തയിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് പച്ച കുരുമുളക് മേടിച്ചിട്ട് അതിനെ ഉണക്കിയൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനൊക്കെ എടുക്കാൻ പറ്റും. ഇന്നിപ്പോൾ വീഡിയോ എടുക്കുന്നത് മോനാണ്. കുറച്ച് വിറക് മുറ്റത്ത് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പറക്കിയൊക്കെ വെച്ച് തന്നിട്ടൊക്കെ വന്ന് എനിക്ക് വീഡിയോ എടുത്ത് തരുവാണ്. മോളൊന്നിപ്പോൾ ഇല്ല. മോൾ കോളേജിൽ പോയി. ക്ലാസ്സുള്ള എല്ലാ ദിവസവും കോളേജിൽ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ ഇവിടെ ഇല്ല. പിന്നെ കഴിഞ്ഞ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് പാചകങ്ങളൊക്കെ ഒന്ന് പഠിപ്പിക്കണമെന്ന്. അവർക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ എല്ലാം അറിയാം. പാചകം ചെയ്യാനാണെങ്കിലും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ അവർക്ക് അറിയാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കുന്ന സമയത്ത് അതിൻ്റെ മുന്നിലോട്ട് വരാത്തതാണ് അവൾ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയുള്ളി കട്ട് ചെയ്ത് അത് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുത്ത് പിന്നെ വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുക്കി പിടിക്കാതെയും കരിഞ്ഞു പോവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു തക്കാളി കട്ട് ചെയ്ത് അത് ചേർത്തിട്ടുണ്ട്. പിന്നെ കട്ടക്കായ ഇട്ട് കൊടുത്തിരിക്കുന്നത് അലിഞ്ഞ് ചേരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിൻ്റെ ആ ഒരു പച്ച ചുവയൊക്കെ മാറി ഒരു ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാ സാധനങ്ങളൊക്കെ ഒന്നിട്ട് കൊടുത്തിട്ട് പിന്നെ ഇട്ട് കൊടുത്തിരിക്കുന്നത് കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ. മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നേരത്തെ നമ്മൾ കുരുമുളകിൻ്റെ പൊടി ഇട്ടിട്ടുണ്ടല്ലോ. രസത്തിന് മുന്നിട്ട് നിൽക്കാനായിട്ടുള്ളത് കുരുമുളകിൻ്റെ ആ ഒരു പൊടിയും മണവും ടേസ്റ്റും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മുളക് പൊടി കുറച്ച് ചേർക്കാനായിട്ടൊക്കെ നോക്കുക. മല്ലിപ്പൊടി എടുത്തിരിക്കുന്ന മുളക് പൊടിയുടെ അതേ അളവിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് കരിഞ്ഞു പോവാതെ പെട്ടെന്നൊന്ന് ഇളക്കിയിട്ട് കൂടെ തന്നെ പുളിനീര് ചേർത്ത് കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് പുളിനീര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ഒഴിച്ച് കൊടുക്കുന്നത് ഉപ്പുനീരാണ് കേട്ടോ. ഉപ്പുനീര് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഒഴിച്ച് കൊടുക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഉപ്പുനീരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറവ് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കറിവേപ്പിലയും തണ്ടും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ നല്ല രീതിക്കൊന്ന് തിളപ്പിച്ചിട്ട് ഇറക്കി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇട്ട് തിളപ്പിക്കുന്നില്ല. അത്യാവശ്യം നല്ല മണവും ടേസ്റ്റും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഇതേ രീതിക്കൊന്ന് രസം വെച്ച് നോക്കണം കേട്ടോ. അത്രയും നല്ല ടേസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഉറപ്പ് പറയുന്നത്. പിന്നെ കുറച്ച് ഉണക്കമീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഉണങ്ങിയ മീൻ തന്നെയാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ നല്ല മത്തി എടുത്തിട്ടുണ്ട്. അതൊന്നൊരു 4-5 എണ്ണം ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല. ക്ലീൻ ചെയ്ത് വെച്ചിട്ട് വീഡിയോയിൽ കാണിക്കാം. പിന്നെ ഒരുപാട് പേർക്കൊന്നും ഉണക്കമീനൊന്നും ഇഷ്ടമല്ല കേട്ടോ. നമ്മളിവിടെ കഴിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. പൊടി ഐറ്റങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് കുരുമുളകിൻ്റെ പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അപ്പോൾ ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പുനീര് ചേർക്കുന്നില്ല. ഉണക്കമീൻ ഉപ്പുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഇട്ട് കൊടുക്കാത്തത്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ലേശം ചേർത്ത് കൊടുക്കാവൂ. പിന്നെ വറ്റൽമുളക് ഇട്ടപ്പോഴത്തേക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു. മോൻ വീഡിയോ എടുത്തപ്പോഴത്തേക്ക് വീഡിയോ എന്തോ ചരിഞ്ഞു പോകും, എന്തോ പറ്റിപ്പോയി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഉൾപ്പെടുത്താൻ പറ്റാതിരുന്നത്. ഉണക്കമീൻ കൈകൊണ്ട് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് വറ്റൽമുളക് കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വറ്റൽമുളകിൽ അതിൻ്റെ ആ ഒരു ഉപ്പും എരിവും ഒക്കെ പിടിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിൽ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്.
മീനിൻ്റെ കൂടെ തന്നെ നമ്മൾ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നില്ല. മീനൊന്ന് വെന്ത് വന്നിട്ട് പകുതിയാകുമ്പോൾ നമ്മളൊന്ന് മറിച്ചിടുമല്ലോ, ആ മറിച്ചിട്ടതിന് ശേഷം മാത്രമാണ് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ മുളകിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് മീനൊന്ന് മറിച്ചിട്ട് അത് കുറച്ച് സമയം കിടന്നങ്ങ് വേവുമല്ലോ, ആ വെന്തതിന് ശേഷം മാത്രമേ മുളകിട്ട് കൊടുക്കാവൂ. അപ്പോൾ അതാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് മുളക് കരിഞ്ഞു പോകും, അങ്ങനെ ഒന്നുമില്ല. പാകത്തിന് തന്നെ നമുക്കത് മൂപ്പിച്ചെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും. മുളകിട്ട് കൊടുക്കുന്നത് മീൻ വെന്തതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നല്ല രീതിക്ക് തന്നെ മീൻ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചട്ടുകം കൊണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ തന്നെ മീനൊരു സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. നല്ല രീതിക്ക് മീനൊന്ന് മൂത്ത് വന്നിട്ടുണ്ടല്ലോ. അപ്പം മുളകിൽ ആ ഒരു മസാലക്കൂട്ടൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. ഇനിയിപ്പോൾ കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നല്ല ഒരു ടേസ്റ്റ് മണമൊക്കെ കിട്ടും. ഇനിയിപ്പോൾ അടുത്തത് ചമ്മന്തി അരയ്ക്കാനായിട്ട് പോവുകയാണ്. ചമ്മന്തി അരയ്ക്കുന്നതിൻ്റെ ഒരുപാട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുക്കിങ്ങിൻ്റെ വീഡിയോ ഒത്തിരി പേര് പറയുന്നുണ്ട് ഇട്ട് പോകണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും കുക്കിങ്ങിൻ്റെ വീഡിയോ തന്നെയാണ് ഇടുന്നത്. പുറത്ത് പോകുമ്പോഴത്തേക്ക് അതിൻ്റെ വീഡിയോ ഇടണമെന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു. പുറത്ത് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുന്നത് മോനായതുകൊണ്ടാണ് പിന്നെ വീഡിയോ എടുക്കാനോ അങ്ങനെ ഒന്നും പറ്റാതിരുന്നത്. ഇനിയിപ്പോൾ എന്തായാലും പുറത്തൊക്കെ പോകുമ്പോഴത്തേക്ക് വീഡിയോ എടുക്കാം. മോൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മരുന്ന് കഴിക്കുന്നവർക്ക് അറിയാനായിട്ട് പറ്റും. മരുന്നൊക്കെ കഴിക്കുക എടുക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പുറത്ത് പോകുമ്പോൾ നല്ല തളർച്ച, ക്ഷീണം, തലകറക്കം, അങ്ങനെ ഒരു വെപ്രാളമൊക്കെ നമുക്ക് ഉണ്ടാവുമല്ലോ. പിന്നെ വയറ്റിനകത്തൊരു എരിച്ചിൽ, വേദന അങ്ങനെയൊക്കെ വരും കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് പിന്നെ കഴിവതും സാധനങ്ങൾ മേടിക്കാനൊക്കെ മോൻ പോവുക എടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. മോൻ ഇങ്ങനെ സാധനം മേടിക്കാൻ പോകുമ്പോൾ പിന്നെ ഒരു കാര്യമുണ്ട്, കൊച്ചുങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. വീട്ടിലെ സാധനങ്ങൾ മേടിക്കും എടുക്കും, പിന്നെ കണക്കും കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അന്നേ മോൻ തന്നെയാണ് കുറേ നാളുകൊണ്ട് ഇപ്പോൾ സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ പോകുന്നത്. പിന്നെ വൈകുന്നേരം വരുമ്പോഴത്തേക്ക് മോൾ വരുമ്പോഴത്തേക്ക് ഇല്ലാത്ത സാധനങ്ങൾ വിളിച്ച് പറയുവാണെങ്കിൽ അങ്ങനെ മേടിച്ചുകൊണ്ടുവരാൻ പൈസ കൊടുത്തൊക്കെ വിടുവാണെങ്കിൽ അങ്ങനെ മേടിച്ചുകൊണ്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പുറത്തൊക്കെ പോകുമ്പോഴത്തേക്ക് വീഡിയോ എടുക്കാനൊക്കെ ഞാനും മോൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോഴത്തേക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ ചോറ് വെക്കാനായിട്ട് നോക്കണം. പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന വിലയിൽ ചോറ് എടുത്തിട്ട് നമ്മളിതുപോലെ രസം വെച്ചിട്ടാണെങ്കിലും ഉണക്കമീനും ചമ്മന്തിയും വെച്ചിട്ട് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് നമുക്ക് ആ ഒരു ചോറിന് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. പണ്ട് കാലത്തൊക്കെ കഴിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്, നമ്മളെ വീഡിയോ കാണുന്ന ഒത്തിരി പേരുണ്ട്, അവർക്കറിയാനായിട്ട് പറ്റും. പിന്നെ പുതിയതായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഭക്ഷണ രീതിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്കൊന്നും ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് വെച്ച് കഴിച്ച് നോക്കുക. പിന്നെ അത് മാത്രമല്ല, നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ടല്ലോ, അപ്പോൾ എല്ലാവരും നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊടിയൊരു അണ്ണാൻകുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിനൊരു ലോകം ഉണ്ടല്ലോ, അപ്പോൾ പറഞ്ഞു വിടണോ വേണ്ടേ, കൂടെ നിർത്തണോ അങ്ങനെയൊക്കെ പറയണം. നമുക്കും ഒഴിവാക്കാനൊക്കെ ഒരു മടിയാണ് കേട്ടോ, ഇതിനെ കാണുമ്പോഴത്തേക്ക്. പാവം കുഞ്ഞല്ലേ. പിന്നെ തൊണ്ടയ്ക്ക് എന്തോ ചെറിയൊരു പ്രശ്നം പോലെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വീഡിയോയിൽ ചെറിയൊരു എന്തോ പോലെ തോന്നുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. വോയിസ് എടുത്ത് കേട്ട് നോക്കിയപ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലായത്.